ഇനി ഈ പറയുന്ന പോലെ തന്നെ ചേട്ടാ, നമ്മൾ ഒരു കുറച്ച് മുമ്പേ നമ്മൾ ഇരുന്നപ്പോൾ മുറുക്കുന്ന ഒരു കഥാപാത്രം എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിട്ട് അപ്പം തന്നെ ചേട്ടൻ ആ ഒരു അതിലേക്ക് വന്നു. ആ ഒരു എന്താണ് ആ മുറുക്കുന്ന കഥാപാത്രത്തിലേക്ക്, അല്ലെങ്കിൽ പോലീസുകാരൻ മുറിക്കൊണ്ട് സംസാരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് വന്നു. എങ്ങനെയാണ് ചേട്ടാ അത് സാധിക്കുന്നത്? കാര്യം പെട്ടെന്ന് ആ ഒരു കഥാപാത്രം സഡനായിട്ട്, ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ലാലേട്ടൻ, മമ്മൂക്ക അവരൊക്കെ അയ്യോ അല്ല അവരൊക്കെ പറയുമ്പോൾ കേട്ടതാണ്, ക്യാമറ വരുമ്പോഴത്തേന് അവർ വേറെ ഫേസ് ആവുക. അപ്പം സഡനായിട്ട് അല്ല, അവരുടെയൊക്കെ ഒരു നമ്മൾ കണ്ടു പഠിക്കില്ലേ ഇവരെയൊക്കെ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ കല എന്ന് പറയുന്നതിന് എനിക്ക് സരസ്വതി ദേവിയുടെ എന്ന് പറഞ്ഞ പോലെ ഞാൻ അതിനെ ദൈവികമായിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും. ഇപ്പം ഓരോ കലാകാരനെ ഞാൻ അങ്ങനെയാണ് ബഹുമാനിക്കുന്നത്. വോട്ടവർ ഏത് കലാകാരനെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ്, ഇഷ്ടവും. ഞാൻ ഒരു സിനിമയിൽ നല്ലൊരു പ്രകടനം നടത്തിയ ഒരു പുതുമുഖമാണെങ്കിൽ ഞാൻ നമ്പർ തപ്പി പിടി വിളിക്കും. ചിലപ്പോൾ ഭയങ്കര എനിക്കറിയില്ല കേട്ടോ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, അങ്ങനെ പറഞ്ഞ ആൾക്കാരും ഉണ്ടാവും. അങ്ങനെ മൈൻഡ് ചെയ്യാത്ത താങ്ക് യു, ഓക്കെ ഓക്കെ, കാരണം ഒരുപാട് കേൾക്കുമ്പോഴേ. പക്ഷെ ഞാൻ വിളിക്കും. എനിക്കൊരു പെർഫോമൻസ് ആരെങ്കിലും ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വന്ന് നമ്മളുമായിട്ട് ഇന്നലെ തന്നെ ഒരു സീൻ അഭിനയിക്കുമ്പോൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു നമ്പൂരി പോലെ ഒരാൾ, അയാൾ വളരെ കാഷ്വലായിട്ട് എൻ്റെ അടുത്ത് പറയുന്ന ഒരു സീൻ നന്നായിട്ട് ചെയ്തപ്പോൾ ഞാൻ കെട്ടിപ്പിടിച്ചു, ആണോ ചേട്ടാ 16 വയസ്സുണ്ട്, പുള്ളി പറയാൻ എൻ്റെ ജീവിതത്തിൽ ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു നന്നായി ചെയ്തു കേട്ടാ, ഇനി ഒന്ന് ഇതാക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ എനിക്ക്, കാരണം കലാകാരൻ എന്ന് പറയുന്നത് ദൈവമാണ്, ഇറ്റ്സ് എ പ്രതിനിധി പോലെയാണ്. ഞാനങ്ങനെ ചെയ്യും, അതുപോലെ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യും. എന്നോട് ഒരാൾ നല്ലതെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് ഒരു ബൂസ്റ്റപ്പ് വേണം. ഇപ്പം നേരത്തെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ മുറുക്കാൻ ചവച്ച ഒരു സംഭവത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ വന്നു പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ കഥാപാത്രം പെട്ടെന്ന് ആ കഥാപാത്രത്തിൽ ഞാൻ ചെയ്ത ഒരു സാധനം ഇങ്ങനെ ഓർമ്മ വന്നു എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അത് നമ്മൾ ആ കഥാപാത്രം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ എവിടേക്കോ നമ്മൾ ഈ ഒബ്സർവേഷൻ വലിയൊരു കാര്യമാണ്. തിലകൻ ചേട്ടൻ പണ്ട് പറഞ്ഞ പോലെ ഒബ്സർവ് ചെയ്യണം ഓരോരുത്തരെയും. നമ്മളിങ്ങനെ ഓരോരുത്തരും ഒബ്സർവ് ചെയ്യുമ്പോൾ ഇദ്ദേഹം ബാക്കിൽ ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടുണ്ട്, ഇതുപോലെ ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? നിങ്ങളുടെ ഒരു അംഗവിക്ഷേപം, നിങ്ങൾ കൈ ഇങ്ങനെ ആക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഒബ്സർവേഷനിലൂടെ നമുക്ക് ഒരാളെ കിട്ടുള്ളൂ, ഒരു കഥാപാത്രത്തെ കിട്ടുള്ളൂ. മാർക്കറ്റിലിറങ്ങി, ചന്തയിലിറങ്ങി മലക്കറിയും മീനും ഒക്കെ വാങ്ങിക്കണം, എന്നാലേ നമുക്ക് അവിടെ ലോക്കൽ പൾസ് കിട്ടുള്ളൂ. നമ്മൾ വീട്ടിനകത്തിരുന്ന ഒരു സ്റ്റാർ ആണെന്ന് പറഞ്ഞിട്ട്, താരമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടന്നുകൊണ്ടിരുന്ന നമുക്ക് ഒന്നും അപ്ഡേറ്റ് ആവില്ല. നമ്മൾ ലോക്കലി അമ്മച്ചിമാരുടെ അടുത്ത് അമ്മച്ചി എന്തുണ്ട് എങ്ങനെയുണ്ട് എന്ന് പറയാം, അമ്മച്ചിമാര് സംസാരിക്കും, എടാ പ്രകാശൻ കൂടുതലാണ് കേട്ടാ, എന്നിട്ട് അങ്ങനെയൊക്കെയാണ് അമ്മച്ചി നന്നാവെന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കുമ്പോഴേ നമ്മൾ അപ്ഡേറ്റഡ് ആവുള്ളൂ. ജനങ്ങളുടെ പൾസ്, ജനങ്ങൾ എന്താണ് നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് കൂടെ മനസ്സിലാക്കി വേണം അഭിനയിക്കുക. അല്ലെങ്കിൽ കാണുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊരു കാണുന്നവൻ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അറിയണം. നമ്മുടെ സുഹൃത്ത് വലയത്തിലുള്ള ഒരു 5 പേര് പറഞ്ഞു അടിപൊളി ബാലാജി കലക്കി ചേട്ടാ കലക്കി എന്ന് പറയുന്നത് മാത്രം കേട്ടുകെട്ടിരുന്ന് നമ്മൾ ചിലപ്പം കലങ്ങിപ്പോവും. അപ്പം നമ്മൾ ഒപ്പീനിയൻസ് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക, പുതിയ സിനിമകൾ കാണുക, പുതിയ രീതിയിലുള്ള അഭിനയ രീതികൾ. പല ആൾക്കാരും പണ്ട് ഇംഗ്ലീഷുകാർ അഭിനയിക്കുന്നത് നമുക്ക് ഭയങ്കര ബോറായിട്ട് തോന്നും. പക്ഷേ ഇന്ന് ഇംഗ്ലീഷുകാർ അഭിനയിക്കുന്ന പോലെ വളരെ കാഷ്വൽ ആയിട്ടുള്ള അഭിനയമാണ് ഇന്ന് അഭിനയം. ബിഹേവിങ് അഭിനയമായിട്ട് മാറി. മോഡുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. പക്ഷേ ഇനി വീണ്ടും മോഡുലേഷൻ്റെ ഒരു കാലം വരും, മനസ്സിലായില്ലേ? സിനിമ എന്ന് പറഞ്ഞാൽ ബിഗ് സ്ക്രീനാണ്. സിനിമാറ്റിക് ആയിരിക്കുന്ന ചില സീൻസ് വരുമ്പോൾ സിനിമാറ്റിക് ആയിട്ട് തന്നെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞൊരു ഡയലോഗ്, നിന്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പോൾ നമ്മൾ നിന്റെ എന്തല്ല എൻ്റെ തന്ത എന്ന് പറഞ്ഞാൽ എങ്ങനെ, അത് മോഡുലേറ്റ് ചെയ്ത് നിന്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് പറയുമ്പോൾ അതിനകത്ത് പല മീനിങ്സും വരുന്ന മോഡുലേഷനിൽ, പഞ്ച് ആ മോഡുലേഷനിൽ ഉണ്ട്. അപ്പോൾ അത് മോഡുലേറ്റ് ചെയ്യേണ്ട ഡയലോഗുകൾ മോഡുലേറ്റ് ചെയ്ത് തന്നെ പറയണമെന്ന് പറഞ്ഞ പോലെ പല കാര്യങ്ങളും അങ്ങനെയാണ്. ചേട്ടൻ്റെ വാക്കുകൾ കേട്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ശ്രദ്ധിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ചില പുതുമുഖങ്ങളെ വിളിക്കുമ്പോൾ, അഭിനന്ദിക്കാൻ വിളിക്കുമ്പോൾ അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ തിരിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഞാൻ ഇന്ന സീരിയലാണ് സിനിമ ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ പൊതുവേ ഈ ചിലപ്പോൾ അഭിനന്ദിക്കാൻ പുതുമുഖത്തിൽ ഒരാളെ വിളിക്കുമ്പോൾ ഞാനിങ്ങനെ പറയും, ഞാനിങ്ങനെ തങ്ങളുടെ സിനിമ കണ്ടു എന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. എന്നെ വെളിപ്പെടുത്താതെ ആയിരിക്കും പറയുന്നത്. എന്നിട്ട് ചിലവർ ചോദിക്കും, ചേട്ടൻ ചിലവർ ഒരു ഇതോടെ ചോദിക്കും, എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ എൻ്റെ പേര് ബാലാജി എന്നാണ് എന്ന് പറയുമ്പോഴത്തേക്കും അറിയത്തില്ല എന്നുള്ള രീതിയിൽ ഉള്ള ഒരു മറുപടി കിട്ടുമ്പോൾ പിന്നീടായിരിക്കും ചിലപ്പോൾ അവരന്വേഷിച്ചിട്ട് എന്നെ തിരിച്ചു വിളിച്ച ചരിത്രമുണ്ട്. അയ്യോ ചേട്ടനാണെന്ന് വിളിച്ചതെന്ന് അറിഞ്ഞില്ല, നമ്പർ നോക്കിയിട്ട് ഇവർ ഇങ്ങനെ ട്രൂ കോളറൊക്കെ എടുത്ത് നോക്കിയിട്ട് അയ്യോ ചേട്ടനാണെന്ന് ഞാൻ അറിഞ്ഞില്ല, പെട്ടെന്ന് പേര് കേട്ടപ്പോൾ എനിക്ക് കിട്ടിയില്ല. ചിലവർ പറഞ്ഞിട്ടുണ്ട് ബാലാജി ഓക്കെ എനിക്കറിയില്ല കേട്ടോ, നടനാണെന്ന് പറഞ്ഞിട്ട് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാരുണ്ട്. അയ്യോ ഒരു വിഷമമില്ല, ഇല്ല. സച്ചിൻ തെണ്ടുൽക്കറേയും കമലഹാസനെ അറിഞ്ഞിടാത്ത ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ ബാലാജി ശർമ്മ. കമലഹാസനും ഒരാളും കൂടെ ഒന്നിച്ചൊരു ഫ്ലൈറ്റിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ കമലഹാസന്റെ തൊട്ടടുത്തിരുന്ന ആളിങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന കുറേയൊക്കെ സംസാരിച്ച് അവർ പോയി. കുറെ കഴിഞ്ഞ് പറഞ്ഞു യു ആർ ലുക്കിംഗ് വെരി ഗുഡ്, യു ഷുഡ് ട്രൈ ഫോർ ഫിലിംസ്. കമലഹാസൻ എടുത്തു. കമലഹാസൻ മാത്രം സൂപ്പർ സ്റ്റാർ എടുത്തിരിക്കുന്നത്, മനസ്സിലായില്ലേ? ഇപ്പൊ ടാറ്റയും അമിതാഭ് ബച്ചനോട് ഒന്നിച്ച് യാത്ര ചെയ്തിട്ടുണ്ട് ഫ്ലൈറ്റിൽ.
അന്ന് അമിതാഭ് ബച്ചൻ ആരെന്ന് ടാറ്റയ്ക്ക് അറിയില്ല. അറിയത്തില്ല. മനസ്സിലായില്ല. അന്ന് അമിതാഭ് ബച്ചൻ പറഞ്ഞു എൻ്റെ അഹങ്കാരത്തിന്റെ ഇത് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞു. കാരണം എന്നെ അറിഞ്ഞൂടാത്ത ഒരാൾ ഇന്ത്യയിലുണ്ട്. അതെ 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 അതെ. കാരണം ഇത് കാണാത്ത ആൾക്കാരുണ്ട്. അപ്പൊ ക്രിക്കറ്റ് കാണാത്തവരുത്തിന് സച്ചിൻ നിൽക്കണം ഏതാ കൊച്ച പയ്യൻ അത്രേ ഉള്ളൂ. ക്രിക്കറ്റ് കാണുന്നവനാണ് സച്ചിൻ എന്ന് പറഞ്ഞാൽ അവരെ അറിഞ്ഞൂടാത്ത ആൾക്കാരുടെ ഇടയിൽ ബാലാജി ശർമ്മ അറിഞ്ഞൂടാത്ത ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ഞാനത് കാര്യമൊന്നുമല്ല. നമ്മൾ അറിഞ്ഞൂടാത്ത ആൾക്കാരുണ്ടാവണമല്ലോ. ഇപ്പൊ നെടുമുടി വേണിച്ചേട്ടൻ്റെ ഒരു കഥയുണ്ട്. നെടുമുടി വേണിച്ചേട്ടൻ ആലപ്പുഴയിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ഒരു കക്ഷിയെ ഇടയ്ക്ക് കാണും. അപ്പോൾ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒൺലി പറഞ്ഞ ഈ ആലപ്പുഴ കുട്ടനാട് കൃഷി അങ്ങനെ മാത്രം നടക്കുന്ന ഒരാളാണ്. അപ്പം ഒരു ദിവസം നെടുമുടി വേണുവിനെ വഴി വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, വേണു നീ ഇപ്പോൾ എവിടെയാണ് കാണാനില്ലല്ലോ, നിന്നെ എന്താണ് പരിപാടി എന്ന് പറഞ്ഞു. ഞാനിപ്പം വേറെ പരിപാടികളുടെ തിരുവനന്തപുരത്താണല്ലോ സെറ്റിൽഡാണല്ലോ എന്ന് പറഞ്ഞു. നമ്മുടെ കുട്ട ഇവിടെ നിന്ന് ഒരു നെടുമുടി വേണു എന്ന് പറഞ്ഞിട്ട് ഒരു തന്നെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ, നാട്ടിലുണ്ടെന്ന് അഭിനയിക്കാനുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ. അത് ആരാടാന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാനാണ് വേണു, കളിയാക്കാനാണോ ആദ്യം വിചാരിച്ചു പുള്ളി. പിന്നെ പുള്ളി മനസ്സിലായി ഞാനാണ് അതെന്നുള്ളത് പോലും അറിയില്ല. എൻ്റെ പഴയ കൂട്ടുകാരനായിട്ട് അറിയാവൂ. നമ്മുടെ അഹങ്കാരങ്ങളൊക്കെ പൊട്ടിപ്പൊളിയാൻ ഇത് മതി. സത്യം പറഞ്ഞ ഒരു വാക്ക് മതിയല്ലേ, എത്ര മേളിൽ നിന്നാലും. നമ്മളെപ്പോഴും ഒന്നും ആലോചിക്കേണ്ടത് ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല. ഞാനൊരു ജോലി ചെയ്യുന്നു അഭിനയത്തിന്റെ, അത് ആൾക്കാരെ എന്റർടൈൻ ചെയ്യുന്ന ജോലിയാണ്, അത്രേ ഉള്ളൂ. അല്ല ഞാൻ വലിയൊരു സംഭവമാണ്, എന്നെ നിങ്ങൾ കാണാൻ അങ്ങനെയൊന്നുമല്ല. ഒന്നുമില്ല. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞില്ല, അറിഞ്ഞാൽ സന്തോഷം. മനസ്സിലായില്ലേ? അറിഞ്ഞാൽ പണ്ട് നമ്മളിപ്പോൾ സെൽഫി എടുക്കാൻ പറ്റുന്നുണ്ട്, ചിലർ പുച്ഛത്തോടുകൂടി ഇതായിട്ടൊക്കെ പറയും. നമ്മൾ വാ എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും ആലോചിക്കണം. നമുക്ക് ചിലപ്പോൾ മടുപ്പ് തോന്നും. മടുപ്പ് തോന്നുമ്പോഴൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഈ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 പേര് നമ്മളെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടിയിലേക്ക് വന്നത്, ഷോ ബിസിനസ്സിലേക്ക് വന്നത്. അപ്പോൾ അതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അത് എപ്പോഴും ആലോചിക്കണം. എപ്പോഴും ആലോചിച്ചാൽ നമ്മൾ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇപ്പം 2-3 ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് പോകാമെന്ന് ചോദിച്ചേട്ടാ. അപ്പോൾ ചേട്ടനോട് വേറെ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരെ എല്ലാവർക്കും തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ അവരുടെ അടുത്ത് സെൽഫി എടുക്കുമ്പോൾ ചേട്ടൻ്റെ അടുത്ത് വരാതിരുന്ന ഏതെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടോ? എൻ്റെ ദൈവം അനുഗ്രഹിച്ച് സത്യം പറഞ്ഞാൽ എൻ്റെ തുടക്കകാലം മുതൽ എന്തോ ഞാനൊരു കോമണർ ലുക്കാണെങ്കിൽ പോലും എന്നെ പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു ഫേസ് ആണെന്ന് തോന്നുന്നു എനിക്ക്. എൻ്റെ കൂടെ വരുന്നവർ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോയി, എന്നെക്കാളും സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാവും. പക്ഷെ എന്നെ ഇതുവരെ കാരണം അങ്ങനെ ഒരു സംഭവമേ എനിക്ക് എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു റീകളക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ അത് ഇതായിട്ട് പറയല്ല, എന്തോ ഒരു പരിചയഭാവമെങ്കിലും എവിടോ ഇങ്ങനെ ഉള്ളൊരു ഇതുണ്ടല്ലോ. നമ്മൾ അങ്ങനെ ഒരു സാധനം എങ്കിലും ഈ കാണാത്തവർക്ക് പോലും ഉണ്ടായിട്ടുണ്ട് ഇതുവരെ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഒരു കുഴപ്പമില്ല, സന്തോഷമാണ്. ഞാൻ നമ്മളെ തിരിച്ചറിഞ്ഞില്ല, അപ്പോൾ നമുക്ക് എന്തും ചെയ്യാം. ചേട്ടൻ ചെയ്ത കഥാപാത്രങ്ങളാണ് അവരിലേക്ക് ഉള്ളിലേക്ക് വന്ന ചിന്ത അല്ലെങ്കിൽ ആലോചന എവിടെയോ കണ്ടിട്ടുണ്ടെന്നുള്ളത്. അല്ല, ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാർ ട്രെയിനിൽ ഞാൻ ഓടിപ്പിടിച്ച് പോയി, തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഓടിപ്പിടിച്ച് ഞാൻ ട്രെയിൻ കയറാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് ഒരാൾ പിടിച്ചു ഒന്ന് ക്രോസ് ചെയ്ത് കൈ പിടിച്ച് നിർത്തിയിട്ട് പുള്ളിയുടെ ഏതോ ഒരാള് കുറെ നേരം കഴിഞ്ഞ് നമ്മൾ എത്ര കാലം കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ സംസാരിച്ച് കുറെ നേരം കഴിഞ്ഞ് നമ്മൾ ചേട്ടാ എനിക്ക് പോകണം ട്രെയിനിൽ ഇങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി എൻ്റെ ഒരു അപരിചിത്വം കണ്ടാളല്ലെന്ന് മനസ്സിലായി. പുള്ളി ഇങ്ങനെ പറഞ്ഞു അയ്യോ ഞാനൊരു നടനാണ്, ഞാൻ ഓടിക്കോട്ടെ, ഞാൻ ട്രെയിൻ പോവും. പിന്നെ കിളി പോയി ഇങ്ങനെ ഒരു ഇരിപ്പുണ്ടവൻ. അതായത് ഇത് നടനാണെന്നുള്ള ധാരണയിലല്ലേ, നല്ല ഏതോ വീട്ടിൽ നമ്മൾ കണ്ട് അങ്ങനെ ഒരു അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പരിചയഭാവം എല്ലാവരുടെ മുഖത്തും ദൈവം അനുഗ്രഹിച്ച് അതെന്തോ ഞാൻ പറഞ്ഞില്ലേ ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്നേ പറയുന്നത്. പരിചയഭാവം എവിടെ ചെന്നാലും നമ്മൾ ചിരിച്ച് ഞാനൊരു ചിരിയുമായിട്ട് പോകാറുണ്ടെങ്കിൽ ചിരിച്ച് നമസ്കാരം എന്ന് പറഞ്ഞാൽ ഇന്ന് പരിചയഭാവത്തിലൂടെ എന്നെ ഇതുവരെ ആൾക്കാർ എടുത്തിട്ടുള്ളൂ.